പ്രകൃതിയുടെ വരദാനമായ കുന്നുകളും താഴ്വരകളും തോടുകളും മേടുകളും പാടങ്ങളും പാർപ്പിടങ്ങളും പമ്പാ നദിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമം. അനവധി ശ്രേഷ്ഠ പുരോഹിതരെ സഭയ്ക്കും സമൂഹത്തിനും പ്രദാനം ചെയ്ത നാട്. അതാണ് പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ ഐരൂർ ഗ്രാമം. ഐരൂർ ഗ്രാമത്തിലെ പുരാതനമായ തായില്യം കുടുംബത്തിന്റെ പണിക്കൻറേത്ത് ശാഖയിൽ കാലായിൽ മത്തായി ഐരൂർ കുളഞ്ഞിയിൽ റാഹേലമ്മയെ വിവാഹം ചെയ്തു. അവരുടെ ഏകപുത്രനാണ് ഫാദർ മാത്യു ചെമ്പോത്തിനാൽ. എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുമ്പോൾ ചെമ്പോത്തിനാലച്ഛൻ എന്നെ കൂട്ടപ്ലാക്കിലെ ഐസക് പിതാവിൻ്റെ വീട്ടിലാണ് കൊണ്ടാക്കിയത്. വേറെ എങ്ങും പോകരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും വരുമ്പോൾ അച്ഛനെ കയറി കാണുമായിരുന്നു. പിള്ളേരുടെ വിശേഷവും അമ്മച്ചിയുടെ വിശേഷവും ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് ഇവിടെ തരുമായിരുന്നു. പിന്നെ ഇവിടുത്തെ എല്ലാ മക്കളുടെയും കല്യാണത്തിന് അച്ഛൻ വന്നിട്ടുണ്ട്. മൂത്ത മോടെ കല്യാണം മുഴുവൻ നടത്തിയത് അച്ഛനാണ്. 1934 മദാപ്പാറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വെച്ച് ചെമ്പോത്തിനാൽ അച്ഛന്റെ മാമോദിസ നടന്നു. എൻ്റെ വിവാഹത്തിൻ്റെ ഉറപ്പിന് വന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും മധുരകരമായ ഓർമ്മ. കാരണം ആ സമയത്ത് ഇവിടെ വന്ന് എനിക്കൊരു ബൈബിള് സമ്മാനിച്ചു. ഒരു ഫ്ലാസ്ക് അമ്മ എനിക്ക് കൊണ്ടു. അമ്മയ്ക്കന്ന് കണ്ണ് കാണത്തില്ല. അച്ഛനും അമ്മയും തമ്മിൽ ആഴപ്പെട്ട ഒരു ബന്ധമുണ്ടായിരുന്നു, രണ്ടുപേരും തമ്മിൽ. എന്നും വൈകിട്ട് അച്ഛനെ കാണാൻ, അച്ഛനമ്മയെ കാണാൻ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതിലേറ്റവും എൻ്റെ മനസ്സിൽ എന്നെ പ്രാർത്ഥിച്ച് എനിക്ക് ബൈബിള് തന്നിട്ട് എന്നും അത് നീ വായിക്കണമെന്ന് പറയും. ആ ബൈബിള് ഇന്നും എൻ്റെ കയ്യിൽ 25 വർഷമായിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിലെ ഉള്ള ഒരു സന്തോഷമായിരുന്നു തിരുവല്ലയിൽ അരമനയെ പോവുക എന്നുള്ളത്. അരമനയെ പോവുക, അച്ഛനപ്പച്ചനെ കാണുക, അമ്മച്ചിയെ കാണുക. അതിലേറ്റവും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല സാധനങ്ങൾ അന്നത്തെ ആ കുഞ്ഞിലെ ഉള്ള ആ ഒരിത് അച്ചാച്ചൻ വരുമ്പോഴും ഈ ഒരു അച്ഛൻ്റെ അരികെ പോകുമ്പോഴുമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നത്. അതുപോലെ അമ്മച്ചി ഞങ്ങളെ കാണാനെ കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ഭർത്താവിന്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ വീതമായി ലഭിച്ച പുരയിടം റാഹേലമ്മ തിരുവല്ല രൂപതയ്ക്ക് കൈമാറുകയും ആ വസ്തുവിൽ കുരിശുമുട്ടം സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളി സ്ഥാപിതമാകുകയും ചെയ്തു. കുരിശുമുട്ടം ഇടവകാംഗങ്ങൾ ഇടവകയോട് ചേർന്ന് അച്ഛന്റെ നാമത്തിൽ വൈദിക മന്ദിരം 2020 നിർമ്മിച്ചു നൽകി. പ്രിയപ്പെട്ട ചെമ്പോത്തിനാച്ചനെ കുറിച്ച് എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമുണ്ടായത് ഒരിക്കൽ ഗുഡ്നസ് ടിവിയുടെ ഒരു സംഗീത പരിപാടിയുടെ ഇടയ്ക്ക് പ്രസക്തനായ മ്യൂസിക് ഡയറക്ടർ ജെറി അമൽ ദേവ് സാറ് അച്ഛനെക്കുറിച്ച് വാചാലനാണെന്ന് കണ്ടപ്പോൾ മലങ്കര കത്തോലിക്ക സഭ അംഗമെന്ന രീതിയിലും അച്ഛൻ്റെ കുടുംബക്കാരൻ എന്ന നിലയ്ക്കും എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷമാണ്. അദ്ദേഹത്തിൻ്റെ ക്യാൻഡി സെമിനാരി ജീവിതത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുള്ള അറിവും അദ്ദേഹം ഏതൊക്കെ നിലയിലാണോ പ്രസക്തനായിരുന്നോ അതെല്ലാം അവിടെ ഉദ്ധരിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ അഭിമാനം കൊണ്ട ഒരു നിമിഷമാണ്. വീടിനടുത്തുള്ള സ്കൂളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കി ഫാദർ മാത്യു ചെമ്പോത്തിനാൽ ഹൈസ്കൂൾ പഠനത്തിനായി തടിയൂർ NSS ഹൈസ്കൂളിൽ ചേർന്നു. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും കായിക വിനോദങ്ങളിലും ഒരുപോലെ തിളങ്ങിയിരുന്ന ചെമ്പോത്തിനാലച്ചൻ അധ്യാപകരുടെ കണ്ണിലുണ്ണിയായിരുന്നു. ഒരിക്കൽ കേൾക്കുന്ന കാര്യം പിന്നീടൊരിക്കലും മറക്കാത്തത്ര ഓർമ്മശക്തിയുടെ ഉടമയായിരുന്നു. ബാല്യം മുതൽ സംഗീതത്തിൽ പ്രത്യേക അഭിരുചിയും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. റേച്ചൽ ടീച്ചർ 1949 മകനോടൊപ്പം കത്തോലിക്ക സഭയിൽ പുനരൈക്യപ്പെട്ടു. ആ വർഷം തന്നെ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി SSLC പരീക്ഷ പാസ്സായി. ചെമ്പോത്തിനാലച്ചൻ വൈദിക പഠനത്തിനായി തിരുവല്ല ഇൻഫന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ ചേർന്നു. പിന്നെ അദ്ദേഹം SSLC പാസ്സായി സെമിനാരി പോകുന്ന കാലത്ത് ഞാനും അവിടെ അയിരൂരുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞ് ഞാനും സെമിനാരി ചേർന്നു. ആ കാലത്ത് അദ്ദേഹം കാൻഡി സെമിനാരിയിലാണ് ആദ്യം,
പിന്നെ പൂനായിലേക്ക് മാറിയപ്പോഴാണ് പൂനായിലായത്. പിന്നെ ഞാനും പൂന സെമിനാരിൽ ചെന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് 4 വർഷത്തോളം ഒന്നിച്ച് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് എല്ലാ കാര്യവും സംബന്ധിച്ചിരുന്നു. 3 വർഷത്തെ ഭാഷാ പഠനത്തിനും ആധ്യാത്മിക പരിശീലനത്തിനും ശേഷം തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിക്കുവാനായി കാൻഡി പേപ്പൽ സെമിനാരിയിൽ ചേർന്നു. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും അവിടെയും അദ്ദേഹം തന്റെ പ്രതിഭ തെളിയിച്ചു. പേപ്പൽ സെമിനാരിയുടെ ചരിത്രത്തിൽ ക്വയർ മാസ്റ്റർ പദവി ലഭിച്ച ആദ്യത്തെ മലയാളി ബ്രദർ ചെമ്പോത്തിനാൽ അച്ഛനാണ്. പൂനെ പേപ്പൽ സെമിനാരിയിലെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനും അദ്ദേഹമായിരുന്നു. പൂനെ പേപ്പൽ അത്തനേയത്തിൽ നിന്ന് LPH ബിരുദവും LD ബിരുദവും ഉന്നത റാങ്കോടുകൂടി അദ്ദേഹം കരസ്ഥമാക്കി. പൂനെ രൂപതാധ്യക്ഷൻ അഭിവന്യ ആൻഡ്രോ ഡിസൂസയുടെ കൈവയ്പാൽ പേപ്പൽ സെമിനാരി ചാപ്പലിൽ വെച്ച് 1959 ഒക്ടോബർ 3 അദ്ദേഹം വൈദികനായി അഭിഷിക്തനായി. 1960 മാർച്ചിൽ തിരുവല്ല രൂപതയിൽ മടങ്ങിയെത്തിയ ഫാദർ മാത്യു ചെമ്പോത്തിനാൽ അയിരൂർ സെന്റ് പാട്രിക്സ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ നവപൂജയർപ്പിച്ചു. ചങ്ങനാശ്ശേരി സെന്റ് ബെർഗ്മാൻസ് കോളേജിൽ ചേർന്ന് അദ്ദേഹം ഗോൾഡ് മെഡലോടെ ആംഗലേയ സാഹിത്യത്തിൽ ബിരുദം കരസ്ഥമാക്കി. ഉപരിപഠനത്തിനായി രൂപതാധ്യക്ഷൻ 1963 അദ്ദേഹത്തെ വിദേശത്തേക്കയച്ചു. ജർമ്മനിയിൽ സംഗീതത്തിൽ ഉപരിപഠനം നടത്തുകയും റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലിറ്റർജിയിൽ റാങ്കോടുകൂടി ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. 1966 അദ്ദേഹം രൂപതയിലേക്ക് മടങ്ങി. നാട്ടിൽ മടങ്ങിയെത്തിയ അദ്ദേഹത്തെ മൈനർ സെമിനാരിയിൽ അധ്യാപകനായും വൈസ് റെക്ടറായും നിയമിച്ചു. 1980 വരെ അദ്ദേഹം പ്രസ്തുത ചുമതലയിൽ തുടർന്നു. 1966-69 കാലത്ത് തലവടി നോർത്ത്, തലവടി സൗത്ത് ഇടവകകളിൽ സഹവികാരിയായും 1972 മുതൽ പുളിക്കീഴ് ഇടവകയിൽ വികാരിയായും സേവനം ചെയ്തു. പുളിക്കീഴ് സെന്റ് ജോർജ് ഇടവകയിൽ മാത്രമേ അദ്ദേഹം വികാരിയായി ശുശ്രൂഷ നടത്തിയിട്ടുള്ളൂ. 1979 സെമിനാരിയിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ സെമിനാരിയിലെ പ്രൊഫസറായിരുന്നു. അക്കാലത്ത് ഗാനങ്ങൾ അഭ്യസിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും മറ്റ് ഇന്നത്തെ കാലത്തെ പോലെ CD-കളോ കാസറ്റുകളോ ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ തന്റെ പഴയ ഹാർമോണിയത്തിൽ അദ്ദേഹം തന്നെ അത് ഉപയോഗിച്ച് ഞങ്ങളെ ഗാനങ്ങൾ അഭ്യസിപ്പിക്കുകയും അത് പാടി പരിശീലിപ്പിച്ച് അത് ടേപ്പ് റെക്കോർഡറിൽ കാസറ്റ് ഇട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു അന്നുണ്ടായിരുന്നു. ധാരാളം ഗാനങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പരിശീലിപ്പിച്ചിട്ടുണ്ട്. പലവിധ സാഹചര്യങ്ങളിൽ എഴുതേണ്ടി വരുന്ന ഗാനങ്ങൾ ഓരോരോ സന്ദർഭത്തിനനുസരിച്ച് അച്ഛൻ നിമിഷ നേരം കൊണ്ട് ഗാനങ്ങള്, കവിതകള് ചിട്ടപ്പെടുത്തുമായിരുന്നു. അത് ചിട്ടപ്പെടുത്തി കഴിഞ്ഞ് എപ്പോഴും അടുത്ത് വന്ന് ഐസകെ ഇതൊന്ന് കേട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പാടുകയും ആ പാട്ടുകൾ തന്നെ പരിശീലിപ്പിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ നന്ദിയോടുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അച്ഛൻ്റെ യുക്തമായ സ്മരണകൾക്ക് മുമ്പിൽ നമോഭാഗം അർപ്പിക്കുക, അതുപോലെ തന്നെ അച്ഛൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. 1980 സെമിനാരിയിൽ നിന്നും വിരമിച്ച അദ്ദേഹം പുഷ്പഗിരിയിൽ ക്ലർജി ഹോമിൽ താമസമാക്കി. പിന്നീട് സ്നേഹസദനിൽ ചാപ്ലയനായി. പെരിയ ബഹുമാനപ്പെട്ട മാത്യു ചെമ്പോത്തിനാലച്ചൻ വിശുദ്ധിയെയും പരിശുദ്ധ കുർബാനയെയും പറ്റി എന്നോട് പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധി പരമമായ ദൈവസ്നേഹമാണ്. ഈ സ്നേഹത്തിൽ നിന്നാണ് സമർപ്പണം വരേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധ സ്നേഹത്തിൽ ലയിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടു വേണം പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ. വർഷങ്ങൾക്കു ശേഷം 2002 ഏപ്രിൽ 15 ക്ലർജി ഹോമിൽ വിശ്രമ ജീവിതം നയിച്ചിരുന്ന ചെമ്പോത്തിനാൽ അച്ഛൻ പുഷ്പഗിരി ആശുപത്രിയിൽ വെച്ച്
നിര്യാതനായി. 17-ാം തീയതി സെന്റ് ജോൺസ് മെത്രാപ്പോലിത്തൻ കത്തീഡ്രലിൽ വൈദികർക്കു വേണ്ടിയുള്ള ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടു. ഞങ്ങളെല്ലാം പ്രിയങ്കരനായ ഗുരു ചെമ്പോത്തനാലച്ചനെ അനുസ്മരിക്കുക, ചെമ്പോത്തനാലച്ചന്റെ നാമത്തിലെ ഒരു കൂട്ടായ്മ അത് സംഘടിപ്പിക്കുക, അതിൽ വലിയ സന്തോഷമുണ്ട്, വലിയ ആനന്ദമുണ്ട്. ഇന്ന് മലങ്കര കത്തോലിക്ക സഭയിലെ വൈദികരും സന്യസ്തരും ദിനത്തോറും പ്രാർത്ഥിക്കുന്ന ശീമോ നമസ്കാരം അത് സുറിയാനി ഭാഷയിൽ നിന്ന് വളരെ മികവോടുകൂടി മലയാള ഭാഷയിലേക്ക് കാവ്യാത്മകമായി സംഗീതത്തിന്റെ എല്ലാം നന്മയും സമ്പന്നതയും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്, വഴിമാറ്റം നടത്തിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാവീണ്യം ദൈവം കൊടുത്ത താലന്തുകൾ എത്ര വലുതാണ് എന്ന് ഊഹിക്കാമല്ലോ. അതുപോലെ തന്നെയാണ് നോമ്പുകാലങ്ങളിലെ പ്രാർത്ഥനയും. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രകാരം നല്ല ചിട്ടയോടുകൂടി അവയെല്ലാം വഴിമാറ്റം നടത്തി സഭാഗാത്രത്തെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുള്ള വലിയ വ്യക്തിത്വമാണ്. അച്ഛൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്, അച്ഛൻ്റെ വത്സല മാതാവിനോട് ചേർന്ന് അനേകം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിന് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അച്ഛന് ശാരീരികമായ ക്ലേശങ്ങളുള്ള സമയങ്ങളിൽ ആശുപത്രിയിലേക്ക് അച്ഛനെ കൊണ്ടുപോകുന്നതിൽ ഞാനും ഒരു പങ്കാളിയായിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. അദ്ദേഹം വലിയ സമ്പന്നനായ നന്മ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ സംഭാവനകളുടെ മുമ്പില്, അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന്റെ മുമ്പിൽ ഞാൻ നമ്രശിസ്കനാവുന്നു. ഈ പ്രിയപ്പെട്ട ഗുരുഭൂതനെ ഏറെ എളിമയോടും വിനയത്തോടും കൂടി ഞാൻ അനുസ്മരിക്കുന്നു. ഈ ഓർമ്മ നമുക്കെല്ലാവർക്കും വാഴ്വിനായിട്ട് തീരട്ടെ. ആവർത്തന പുസ്തകം 34:10 മോശയെപ്പറ്റി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കർത്താവ് അഭിമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട മാത്യു ചെമ്പോത്തിനാൽ അച്ഛനെ ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു വേദഭാഗമാണിത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ലത്തീൻ ഭാഷയിലും സുറിയാനി ഭാഷയിലും അദ്ദേഹം കവിതകൾ രചിച്ചു. അനേകം ഗാനങ്ങൾ രചിക്കുകയും ഗാനങ്ങൾക്ക് സംഗീതം പകരുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ദേവാലയങ്ങളെ ദേവാലയങ്ങളെ ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷനിലേക്ക് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നറിയുമ്പോൾ അദ്ദേഹത്തിന്റെ സംഗീത ലോകത്തെ കഴിവ് വ്യക്തമാകുകയാണ്. തിരുവല്ല റേഡിയോ മൈക്ഫാസ്റ്റിലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ചെമ്പോത്തിനാലച്ചന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം 2009 ഒക്ടോബർ 10 സഭയിലെ മൽപ്പാനായി ബാവ തിരുമേനി അദ്ദേഹത്തെ ഉയർത്തി. ശീമോ നമസ്കാരത്തിന്റെ പരിഭാഷയ്ക്കു പുറമെ വിശുദ്ധ കുർബാനയുടെ വാഴ്വിന്റെ ക്രമവും വലിയ നോമ്പിലെ പ്രാർത്ഥനകളും പരിഭാഷപ്പെടുത്തുകയും വിശുദ്ധ കുർബാനയിലും മറ്റ് ആരാധനകളിലും ഇന്ന് നാം മലയാള ഭാഷയിൽ ആലപിക്കുന്ന പല സുറിയാനി ഗീതങ്ങളും പരിഭാഷപ്പെടുത്തുകയും ചെയ്തത് ചെമ്പോത്തിനാൽ അച്ഛനാണ്. തന്റെ സഭയെയും അതിന്റെ വിശ്വാസത്തെയും കലർപ്പുകൂടാതെ ഹൃദയത്തോട് ചേർത്തപ്പോഴും സർവമത സമഭാവന പുലർത്തിയ ആചാര്യൻ. ദൈവസ്നേഹം, പരിശുദ്ധ മാതാവിനോടുള്ള സ്നേഹം, സ്വന്തം അമ്മയോടുള്ള സ്നേഹം, മലങ്കര സഭയോടുള്ള സ്നേഹം, സുറിയാനി ഭാഷയോടുള്ള സ്നേഹം, ഇതാണ് ബഹുമാനപ്പെട്ട മാത്യു ചെമ്പോത്തിനാൽ അച്ഛന്റെ ജീവിത സംക്ഷേപം. ഈ ഭൂമിയിൽ യാതൊരു നിക്ഷേപവും സ്വരുക്കൂട്ടാതെ സർവനിക്ഷേപവും കർത്തൃസന്നിധിയിൽ അർപ്പിച്ച ആചാര്യൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചുവെച്ച കർത്തൃദാസൻ. ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് ഈ ദൃശ്യജന്മങ്ങൾ. തടാകത്തിന് ശോഭയേകാൻ ഒരു രാജഹംസം മതി. 1000 കൊക്കുകൾക്ക് നൽകാവുന്നതല്ല അത്.